ആശുപത്രി സംരക്ഷണ നിയമപ്രകാരവും പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതിനുമെടുത്ത കേസുകളിൽ മാത്യു കുഴൽനാടൻ MLAയ്ക്കും മുഹമ്മദ് ഷിയാസിനും രാവിലെ തന്നെ ജാമ്യം ലഭിച്ചു. പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം ജാമ്യരേഖകളിൽ ഒപ്പിടാൻ കോടതിയിലേക്ക് തിരികെ കയറുമ്പോൾ മറ്റൊരു കേസിൽ ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ ശ്രമം. ഇതോടെ ബഹളമായി. ബഹളത്തിനിടെ ഷിയാസ് കോടതി സമുച്ചയത്തിലേക്ക് ഓടിക്കയറി. ഇതോടെ പോലീസ് നീക്കം പാളി. കോതമംഗലത്തെ സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരായ കേസിലാണ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തുനിഞ്ഞത്. ഏറെ നേരം കോടതി വരാന്തയിൽ നിന്ന ഷിയാസ് പിന്നീട് ഈ കേസിൽ കീഴടങ്ങി. ഈ കേസിൽ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. സമാന്തരമായി ഹൈക്കോടതിയെയും ഷിയാസ് സമീപിച്ചിരുന്നു. 16-ാം തീയതി വരെ ഷിയാസിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇത് കഴിഞ്ഞാണ് സമരത്തിനിടെ DYSP ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചത്. തുടർന്ന് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. 62 കേസുകളിൽ പ്രതിയാണെന്നായിരുന്നു പോലീസിന്റെ വാദം. വിശദമായ വാദത്തിന് ശേഷം വൈകിട്ട് 7 മണിയോടെ ഈ കേസിലും ജാമ്യം അനുവദിച്ചു. ഇതുപോലെ കേസെടുത്ത് ഈ പ്രതിഷേധ സ്വരങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ബോധപൂർവമായിട്ടുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഉപജാപക സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മുഖത്തേറ്റ കരണത്തേറ്റ അടിയാണ് ഇന്ന് കോടതി നൽകിയിട്ടുള്ളത്. അതേസമയം ജനകീയ സമരത്തിൽ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. 3 മാസത്തേക്ക് കോതമംഗലം നഗരപരിധിയിൽ പ്രവേശിക്കരുതെന്നും കോടതിയെ അറിയിക്കാതെ കേരളം വിട്ടുപോകരുതെന്നുമുള്ള ഉപാധികളോടെയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ ചുമത്തിയ കേസുകളിൽ ജാമ്യം അനുവദിച്ചത് പോലീസിനും തിരിച്ചടിയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.